കേരള എന്ന പേര് ഇനി ലോകത്തിനു മുന്നിലും ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന് തന്നെ എഴുതി ചേർക്കപ്പെടാൻ പോകുമ്പോൾ സംശയങ്ങൾ നിരവധിയാണ് ജനങ്ങൾക്ക്. ഭരണഘടനാപരമായും സാങ്കേതികപരമായും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊരു സംശയമുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഒറ്റ അക്ഷരം കൂട്ടിച്ചേർക്കുന്നത് വഴി കേരളം ഒന്നടക്കം സാക്ഷിയാകുന്നത് വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ്. ദി കേരള ആൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ 2026 കേന്ദ്ര ലോകസഭയിൽ പാസാക്കിയതോടെ ഈ ചരിത്രപരമായ മാറ്റത്തിന് വലിയ ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ 1 നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടെങ്കിലും ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഇംഗ്ലീഷിൽ ഇത് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 അനുസരിച്ചാണ് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചതോടെ ഇനി അടുത്ത ഘട്ടത്തിൽ രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസാക്കും. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചാൽ പരമാവധി 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭയിലും ബില്ല് അവതരിപ്പിക്കണമെന്നാണ് ചട്ടം. ഇത്തരം പേര് മാറ്റൽ ബില്ലുകൾ പാസാക്കാൻ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇരു സഭകളും ഹാജരുള്ള അംഗങ്ങളുടെ കേവലം ഭൂരിപക്ഷം മാത്രം മതിയാകും. ഇരു സഭകളും പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കും. രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുന്നതോടെ ബിൽ ഔദ്യോഗികമായി ഒരു നിയമമായി മാറുകയും കേന്ദ്ര ഗസറ്റിൽ വിജ്ഞാപനം വരികയും ചെയ്യും. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ചുള്ള 8-ാം ഷെഡ്യൂളിലും കേരള എന്നതിന് പകരം കേരളം എന്ന് തിരുത്തി എഴുതപ്പെടും. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബില്ല് നിയമമാകുന്നതോടെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരള എന്നതിന് പകരം കേരളം എന്ന് തിരുത്തപ്പെടും. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ, പാസ്പോർട്ട് ഓഫീസുകൾ, വെബ്സൈറ്റുകൾ, ദേശീയ മാപ്പുകൾ, അന്താരാഷ്ട്ര കരാറുകൾ എന്നിവയിലെല്ലാം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായി മാറും. ഇത് വലിയൊരു ചെലവ്, ഒരു സാമ്പത്തികമായ ഒരു ചെലവ് സർക്കാരിന് ഉണ്ടാകുമെന്നത് മറ്റൊരു കാര്യമാണ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിലും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് തന്നെ രേഖപ്പെടുത്താൻ ഈ ബില്ലിലൂടെ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പഴയ സർട്ടിഫിക്കറ്റുകൾ മാറ്റേണ്ടി വരുമോ എന്നുള്ളത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ കേരള എന്നത് കേരളം എന്ന് മാറ്റുമ്പോൾ നിങ്ങളുടെ പഴയ സർട്ടിഫിക്കറ്റുകളിലെ വിവരങ്ങൾ തിരുത്തേണ്ടി വരില്ല. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതിക്ക് ശേഷം ഇറങ്ങുന്ന പുതിയ രേഖകൾക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാകുക. നിലവിലുള്ള ഒരു നിയമപ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുമ്പോൾ ആ തീയതി വരെ നൽകിയിട്ടുള്ള SSLC, +2, ബിരുദ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം അതേപടി സാധുവായി തുടരും. മുമ്പ് പോണ്ടിച്ചേരി എന്നത് പുതുച്ചേരി എന്നാക്കി മാറ്റിയപ്പോഴും പഴയ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ തിരുത്തപ്പെട്ടിട്ടില്ല. പഴയ രേഖകൾ നിയമപരമായി എന്നും നിലനിൽക്കും. സംസ്ഥാന പേര് മാറ്റം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഔദ്യോഗികമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ പുതിയതായി അപേക്ഷിക്കുന്ന രേഖകളിലും മേൽവിലാസത്തിൽ കേരളം എന്ന് തനിയെ അച്ചടിച്ചു വരും. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ എന്നിവയുടെ ഓൺലൈൻ സിസ്റ്റങ്ങളിൽ ബാക്ക് എൻഡ് വഴി കേരള എന്നത് കേരളം എന്നത് തനിയെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇനി പാസ്പോർട്ടുകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ പ്രവാസികളും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവരും ഒട്ടും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ കൈവശമുള്ള നിലവിലത്തെ പാസ്പോർട്ട് മാറ്റേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ സംസ്ഥാനം കേരള എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് അസാധുവായി മാറുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം രാജ്യത്തിന് കീഴിലാണ് പാസ്പോർട്ട് വരുന്നത്. ആ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവധി തീരുന്നത് വരെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് എവിടെയും തടസ്സമില്ലാതെ യാത്ര ചെയ്യാം. ആ പാസ്പോർട്ടിന്റെ കാലാവധി തീരുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ പുതിയ പാസ്പോർട്ട് ലഭിക്കുമ്പോൾ അതിൽ കേരളം എന്ന് അച്ചടിച്ച് വരും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കോ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ പേര് കാരണം ഒരു വിസ പ്രശ്നമോ നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.